ദിവസം അന്തരിച്ച കലാം നവാഫ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. കലാഭവനിലൂടെ ഉയർന്നു വന്നൊരു മിമിക്രി താരമായി അദ്ദേഹത്തിൻ്റെ എത്രയോ റോളുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. എന്നാൽ സിനിമയേക്കാൾ ഉപരി അദ്ദേഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മിമിക്രി താരം എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയും അതുപോലെ ഇപ്പം പല യുവതാരങ്ങളും വിവാദങ്ങളിലൂടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചപ്പോൾ യാതൊരു വിവാദങ്ങളിലൊന്നും പെടാതെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു കലാഭവൻ നവാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണം ഇന്നലെ പ്രകമ്പനം എന്ന ചിത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 ദിവസം ഷൂട്ടില്ല. അപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. അതിനുശേഷം അദ്ദേഹത്തെ പലപ്പോഴും വിളിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കാതെ വന്നു. അങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് ആൾക്കാർ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം അവിടെ മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. ചോറ്റാനിക്കര വെച്ചായിരുന്നു ഷൂട്ടിങ്. അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ അതിന് മുമ്പ് തന്നെ മരിച്ചു. അവിടുന്ന് പോയപ്പം തന്നെ മരിച്ചു എന്നാണ് അവിടുത്തെ ഹോട്ടലിൻ്റെ മാനേജർ പറയുന്നത്. അദ്ദേഹത്തിന് അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവർക്കും ഞെട്ടലായിരുന്നു. കാരണം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മരണമല്ലേ. കാരണം എന്താ പറയുന്നത്, നമ്മൾ ചില സംഗതികളുണ്ട്, ചിലവരുടെ മരണം പെട്ടെന്നാകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമാകും. ഓർക്കാപ്പുറത്തുള്ള മരണങ്ങൾ പലതും വയ്യാതെ കിടക്കുന്നവരൊക്കെ മരിക്കുമ്പം നമുക്ക് മരിക്കും എന്നറിയാം, ഉൾക്കൊള്ളാൻ. പക്ഷേ ഇതൊക്കെ പെട്ടെന്നായിരുന്നു. ഇന്നലെ TV ന്യൂസിലൊക്കെ നമ്മൾ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി കലാം നവാഫ്. അത്രയ്ക്കൊരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ വ്യക്തികൾക്കും നമുക്കുണ്ടാകുന്ന ഞെട്ടലിനേക്കാൾ കൂടുതലുള്ള ഞെട്ടലായിരിക്കും അവർക്കുണ്ടാകും. അവർക്ക് അവരുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സഹപ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞപ്പം അത് തന്നെയല്ല 5 മണി വരെ 5-6 മണി വരെയാണ് സെറ്റിൽ നിന്ന് സജീവമായിട്ട് അഭിനയിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി റൂമിലേക്ക് പോയി കുറച്ച് നേരത്തിന് ശേഷം മരിച്ചു എന്ന് കേട്ട് കഴിയുമ്പം ആ സെറ്റാകപ്പാടെ ഇതായിട്ടാണ്. അദ്ദേഹത്തിന് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അതിന് കാരണമായിട്ട് നമ്മുടെ വിനോദ് കോവൂർ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് ഈ നമ്മുടെ കലാം നവാഫിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സെറ്റിൽ വെച്ച് അദ്ദേഹത്തിന് വേദന ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണാതിരുന്നത് ഷൂട്ടിംഗ് മുടങ്ങും എന്ന് കരുതിയാണ് എന്ന് പറയുന്നത്. കോവൂർ എന്ന് പറയുന്ന വ്യക്തി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നില്ല. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു അഫീഫ് നെടുമങ്ങാടും ഒക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ അവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഈ അദ്ദേഹത്തിന് വേറെ ആരോ പറഞ്ഞ് കിട്ടിയ അറിവാണ് അവിടെ വെച്ച് വേദനയുണ്ടായി. അപ്പോൾ അതിൻ്റെ താഴെ വന്നേക്കുന്ന പല കമൻറ്റുകളും ചോദിക്കുന്നുണ്ട്, വേദനയുണ്ടായിട്ട് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, നല്ല സഹപ്രവർത്തകരാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് വിനോദ് കോവൂർ ആ പടത്തിന് അഭിനയിക്കാത്തതുകൊണ്ട് വിനോദ് കോവൂർ ആ സംഭവ സ്ഥലത്തില്ല. പിന്നെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വേദന ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും സെറ്റിൽ എല്ലാവരോടും പറഞ്ഞ് നടക്കത്തൊന്നുമില്ല. ചിലർ പറയും ഗ്യാസാന്ന് പറയും, നമുക്ക് എത്രയോ വേദന ഉണ്ടാകുന്നില്ലേ. അപ്പോൾ നമ്മൾ പറയും ഗ്യാസാ, വീട്ടിൽ പോയിട്ട് നോക്കാം. അതുമല്ല അന്ന് ഷൂട്ടിങ്ങും ഇല്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട, ഷൂട്ടിങ് കഴിയട്ടെ, വീട്ടിൽ പോകുമ്പോൾ ഏതായാലും ആവശ്യമുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് കാണും. അതെല്ലാ മനുഷ്യനും സർവ്വസാധാരണ ചെയ്ത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്നുകൊണ്ട് പോയില്ല എന്നുള്ള തർക്കം ഉന്നയിക്കുന്നതേ ഉള്ളൂ. അതും അടുത്ത സഹപ്രവർത്തകരോട് ആരെങ്കിലും പറഞ്ഞു കാണും, അടുത്ത എല്ലാവരോടും പറഞ്ഞു കാണണമെന്നില്ല. പക്ഷേ വിനോദ് കോവൂർ ഇത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് കോവൂരിന് ആരോ കൂടെ അഭിനയിച്ച ആരോ പറഞ്ഞതാണ്, അത് നവാഫ് ആ വ്യക്തിയോട് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു കാണും. ആ വ്യക്തി ആശുപത്രി പോകാൻ വേണ്ടി പറഞ്ഞു കാണും, അത് വേണ്ട ഷൂട്ടിങ് മുടക്കണ്ട എന്ന് കരുതി അദ്ദേഹം പോയില്ല എന്നുള്ളതാണ്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തു എന്നുള്ളതാണ്. കൃത്യമായിട്ട് സമയത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റിയത്. നമ്മുടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് ആ ഷൂട്ടിംഗ് സമയത്തെ ഒരു ഫോട്ടോയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൂളായിട്ട് 2 ദിവസം ഷൂട്ടില്ല, അപ്പം വളരെ കൂളായിട്ട് നടന്നു പോകുന്ന നവാഫിനെയാണ് കണ്ടത്. അദ്ദേഹത്തിന് പിന്നെ ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും അലട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അവർ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇങ്ങനെ നവാഫിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പം ഏതെങ്കിലും അസുഖമാണേ എന്നാണ് ധരിച്ചത്, മരിച്ചു പോയെന്ന് ഒരിക്കലും കരുതാൻ വയ്യ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെയൊക്കെ മനോനില തന്നെ എന്താ പറയുന്നത്, അത് ഉൾക്കൊള്ളണം അല്ലേ. ഏതായാലും തർക്കങ്ങളുടെ കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ പലരും ഇതിനെതിരായിട്ടൊക്കെ കമൻറ്റുമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ചിലർ പറയുന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിനോദ് കോപൂരിനെ അനുകൂലിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം നമുക്കൊരു നെഞ്ചിന് വേദനയുണ്ട്, ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് നെഞ്ചിന് ആ പരിപാടിയിൽ മൊത്തമായിട്ട് നമ്മൾ വിളിച്ചു പോകത്തില്ല. പ്രത്യേകിച്ച് ഒരു സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ സമയങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പം നമുക്കൊരു പ്രശ്നം കൊണ്ട് ആ ഷൂട്ടിങ് മുടങ്ങിപ്പോരുതെന്ന് നവാഫ് പ്രതീക്ഷിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ്. എന്നിട്ട് കഴിയുന്നതും എല്ലാവരും വിചാരിക്കത്തില്ലടേ. ഇപ്പം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വേദന വന്ന് മരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത്. എത്രയോ ആൾക്കാർക്ക് വേദനയുണ്ടായി, പല സമയത്ത് വേദനയുണ്ടായി. നമുക്കും ചില സമയത്തൊക്കെ വേദന ഉണ്ടാവും. ഗ്യാസിൻ്റെ ആണ്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ഗുളിക കഴിക്കും, പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങ് മാറും, അത് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു മരണകാരണമായപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ സെറ്റിലുള്ള എല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്നില്ല. അടുത്ത സഹപ്രവർത്തകരുമായിട്ട് ആരെങ്കിലുമായിട്ടുമെങ്കിലും ബന്ധപ്പെട്ട് സംസാരിച്ച് കാണും, നെഞ്ചിന് വേദന എടുത്തു, അന്നേരം ആ സഹപ്രവർത്തകൻ നിശ്ചയമായിട്ടും പറയും, എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞും കാണും. അപ്പോൾ നവാഫ് പറഞ്ഞു കാണും, വേണ്ട, ഈ ഷൂട്ടിങ് മുടങ്ങും, അതുമല്ല എൻ്റെ നവാഫിൻ്റെ ഷൂട്ടിങ് അന്നുകൊണ്ട് 2 ദിവസം ബ്രേക്കപ്പാണ്, അപ്പം അതിന് ശേഷം വീട്ടിൽ പോകാം, പിന്നെ ഡോക്ടറെ പോയി കാണാമെന്ന് പ്രതീക്ഷിച്ച് കാണും. അങ്ങനെ തന്നെയല്ലേ മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു വിവാദത്തിന് കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലായാലും മാധ്യമങ്ങളായാലും ഇതൊരു വൻ വിഷയമായിട്ട് കൊണ്ട് നടക്കുമല്ലോ. അത് സർവ്വസാധാരണയാണല്ലോ. അതുതന്നെയാണ് ചില മാധ്യമങ്ങളിൽ വന്നേക്കുന്ന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം കലാവൻ നവാഫ് എന്ന് പറയുന്ന അതുല്യ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രയേ ഉള്ളായിരുന്നല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീർന്ന് വർഷങ്ങൾക്ക് ശേഷം രഹന എന്ന് പറയുന്ന ആ നായികയെ അവർ രണ്ടുപേരും കൂടെ കേന്ദ്ര കഥാപാത്രമായിട്ടൊരു പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സമയത്ത് അവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രം നല്ല സമയത്താണ് ആ ജീവിതം പോയത്. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കും, അതെല്ലാവർക്കും ഉൾക്കൊള്ളുന്ന. പക്ഷെ ചിലരുടെ ഒന്നും മരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വലിയ പാടുമായിരിക്കും അല്ലേ. വിവാദങ്ങളിലും ഉണ്ടാകാതിരിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നേർന്നുകൊള്ളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ താഴും.